Dear students, we have already studied about rotational spectroscopy. Again, that audio was not so clear. So again, I thought I'll record it and post once again the main points. So we know that we studied about rotational spectroscopy. Rotation means a molecule which is capable of rotating. So a molecule is capable of rotating. For that, a molecule should have an electric dipole moment. We studied about molecules, that is polar molecules, non-polar molecules, and what do you mean by a dipole moment? That is two poles. So moment means its rotational property. So we have studied it using a rigid rotor. The rigid rotor means its shape is not changing, and this rigid rod that is connected by a rod. So we call it as a rigid rotor. So it is having a mass m1 and m2, and it is connected by a rod having a length r. So we call it as a bond length. That is, bond means an attractive property that is bonding something. And പിടിച്ചു വെച്ചേക്കണ ആ ബോണ്ട് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്നും ആ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ ബോണ്ട് ലെങ്ത് ഈ രണ്ട് മാസസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് M1, സോ ദിസ് ഈസ് M2. സോ മ്യൂ എന്ന് റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് M1 M2 by M1 plus M2 ആണ്. ആൻഡ് സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമുക്കറിയാം, നമ്മൾ പാരലൽ ആക്സിസ് തിയറം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിച്ചിട്ടുണ്ട്. ഹിയർ ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി എവിഡന്റ് ദാറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ആക്സിസ് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓർ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ടു മാസസ്. അപ്പം നമ്മളത് I is equal to mu r square എന്ന് പറയുന്നു. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. സോ വി ആർ സേയിങ് ദാറ്റ് ദ മോളിക്യൂൾ ഇസ് റൊട്ടേറ്റിംഗ്, ബട്ട് ഫോർ എ വ്യൂവർ, കാണുന്ന ഒരാളിന് ഇത് എന്തായിട്ട് തോന്നും? ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് അങ്ങനെ തോന്നും. ബട്ട് ആക്ച്വലി ദിസ് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ആക്സിസ്. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന് അതിന് പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് മോളിക്യൂൾസ് ആർ പോളാർ. പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ പ്ലസ് ചാർജും പാർഷ്യൽ നെഗറ്റീവ് ചാർജും, ഡെൽറ്റ പ്ലസും ഡെൽറ്റ മൈനസും നമ്മൾ HCl എക്സാമ്പിൾ വെച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമുക്ക്. പിന്നെ വേറൊരു കാര്യം, for the examination or wherever you say about rotational spectroscopy, see that rotational spectrum is obtained in microwave region or far infrared region. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ മൈക്രോവേവ് റീജിയൻ 10⁻10 3×10⁻10 തൊട്ട് 3×10⁻14 വരെ, അതായത് വിസിബിൾ റീജിയനത്തിന് തൊട്ട് മുമ്പേ വരെയുള്ള ഹെഡ്സ് ഉള്ള ആ റീജിയനെയാണ് നമ്മൾ മൈക്രോവേവ് എന്ന് പറയുന്നത്. അപ്പോൾ സോ അവിടെ വരുന്ന ആ റീജിയനിൽ കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്ത് പറയും? ഐദർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് റൊട്ടേഷണൽ സ്പെക്ട്ര ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് മൈക്രോവേവ് സ്പെക്ട്രം ഓൾസോ, or we can call it as a far infrared region. But wherever you write for rotational spectroscopy, your first sentence should be rotational spectrum is obtained in the microwave region of electromagnetic spectra. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ മൈക്രോവേവ് റീജിയനിലാണ് നമുക്ക് ആരെ കിട്ടുന്ന? റൊട്ടേഷണൽ സ്പെക്ട്രത്തിനെ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് the molecules are polar or molecules should have a permanent electric dipole moment. എന്നാൽ മാത്രമേ നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി കിട്ടത്തുള്ളൂ. ഇത്രയാണ് നമ്മൾ പറയുന്നത്. See, some of the examples are provided here like rotational active molecules and rotational inactive molecules. So today's topic is we are going to discuss about the selection rule, and also we are going to say about the isotope effect. So let's see what do you mean by the selection rule. നമ്മളൊരു പറഞ്ഞായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1. ജെ എന്ന് പറയുന്ന ഒരു ക്വാണ്ടം നമ്പർ ആണ്, ഓൾറെഡി വി ടോൾഡ്. See, let's see what do you mean by this +1 അബ്സോർപ്ഷൻ എമിഷനും ഒക്കെ എന്താണെന്ന് നോക്കാം. സി, ഇതാണ് ജെ വാല്യൂ കാണിച്ചിരിക്കുന്നത്, ഇത് എനർജി വാല്യൂ കാണിച്ചൊക്കെയാണ്. അപ്പൊ ജെ വാല്യൂ എന്ന് പറയുന്നത് സി ദാറ്റ് ഇസ് 0 1 2 3 4 etc. ഹിയർ കറസ്പോണ്ടിങ് ടു ജെ 0, here you are getting energy 0, corresponding to 1 you are getting 2b here, corresponding to 2 energy 6b, corresponding to 3 you are having energy 12b. It goes on like this. എനർജിയുടെ ഫോർമുല എന്താണ്? BJ × J+1 എപ്സിലോൺ എൽ അല്ലേ, അല്ലെങ്കിൽ EL ബൈ നമ്മൾ HC ഒക്കെ ചെയ്തു. എനർജി h²/8π²IC h/8π²I എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോർമുലയൊക്കെ പഠിച്ചു. അതിൽ നമുക്ക് കിട്ടുന്ന റൊട്ടേഷണൽ കോൺസ്റ്റന്റ് B ആയിട്ട് എടുക്കും. സോ വി വിൽ ഗെറ്റ് എനർജി ആസ് BJ × J+1. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഈ ആക്സിസ് എഴുതിയെന്ന് പറയാം. സി, വെൻ J = 0, നമ്മുടെ എനർജിയുടെ ഫോർമുല എന്താണ്? BJ × J+1. അപ്പൊ B × 0 വിത്തിൻ ബ്രാക്കറ്റ് 0 + 1. അപ്പൊ 0 ആയി പോയി. സോ വെൻ J = 0, എനർജി ഇസ് 0. സേ വെൻ J = 1, J 1 ആയപ്പോൾ എന്ത് പറ്റി? BJ × J+1. അപ്പൊ B × 1 വിത്തിൻ ദ ബ്രാക്കറ്റ് 1 + 1. അപ്പൊ എന്ത് വന്നു?
2b വന്നു. Again J is equal to 2. What is our formula? B into J plus 1. So B into 2 within bracket 2 plus 1. That is 3. 3 into 2, 6b. But 2 ആയപ്പോൾ ഇവിടെ എന്ത് വന്നു? 6b വന്നു. Again J is equal to 3. Formula എന്താണ്? Bj into J plus 1. So B into 3 within bracket 3 plus 1, 4. So 3 plus 1 is 4. 4 into 3, 12. That is 12b. അപ്പം അങ്ങനെ ജെയുടെ വാല്യൂ അനുസരിച്ച് എന്ത് കിട്ടും? എനർജിയുടെ വാല്യൂ കിട്ടും. എനർജി കണ്ടുപിടിച്ച ഫോർമുല Bj into J plus 1. Now let's see what is our selection rule. See, absorption the selection rule +1 ആണ്. +1 means it will go, transition takes place only between adjacent lines. See, from 0 to 1. അല്ലേ? അതായത് 2b into J plus 1. അതാണ് നമ്മുടെ ഫോർമുല. J equal to 0 ആയപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ എന്താണ്? 2b തന്നെയാണ്. അപ്പം താഴെ നിന്നല്ലേ മുകളിലോട്ട് പോകണം. അപ്പം താഴത്തെ ലെയറാണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് 2b. അടുത്ത 1ൽ നിന്നും 2യിലോട്ട് പോവുകയാണ്. സി ഓൾവേസ് ഡിഫറൻസ് ഈസ് 1. 0യിൽ നിന്ന് 1ലോട്ട് പോയാൽ എത്രയാണ് ഡിഫറൻസ്? 1. 1ൽ നിന്നും 2യിലോട്ട് പോകുമ്പോഴും എന്ത് തന്നെയാണ്? 1 ആണ് ഡിഫറൻസ്. 2ൽ നിന്നാണ് 3യിലോട്ട് പോകണം. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ഫ്രം 1 to 3 or 0 to 3. സെലക്ഷൻ റൂൾ +1 എന്ന് പറഞ്ഞിട്ട് ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ഓൺലി ബിറ്റ്വീൻ അഡ്ജസന്റ് ലൈൻസ്. തൊട്ടടുത്തുള്ള ലൈൻസ് ലെയേഴ്സ് തമ്മിലെ ലെവൽസ് തമ്മിൽ, എനർജി ലെവൽസ് തമ്മിലെ ട്രാൻസിഷൻ നടക്കുള്ളൂ. നെക്സ്റ്റ്, ഇപ്പൊ 2ൽ നിന്നും 3യിലോട്ട് പോവുകയാണ് അല്ലെ. ഇപ്പൊ 2b into 2 plus 1. ഇപ്പൊ എന്ത് വന്നു? 6b വന്നു. അടുത്ത 3ൽ നിന്നും 4ലോട്ട് പോവുകയാണ്. അപ്പൊ 2b into J plus 1 അല്ലേ ഫോർമുല. 2b into 3 plus 1. 3 plus 1 is 4. 4 into 2, 8b. അടുത്ത 4ൽ നിന്നും 5ലോട്ട് പോവുകയാണ്. അപ്പൊ 2b into 4 plus 1. That is 10b. സോ നമ്മൾ ഇവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത് 2b into J plus 1ഉം ഇവിടുത്തെ എനർജിയുടെ ഫോർമുല Bj into J plus 1. സോ വേറെവർ യു ഗോ അഡ്ജസന്റ് ലെയേഴ്സിൽ മാത്രമേ ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. അതായത് 2 to 3 ഡിഫറൻസ് ഈസ് 1, 3 to 4 ഡിഫറൻസ് ഈസ് 1, 4 to 5 ഡിഫറൻസ് ഈസ് 1. ഓരോ ലെയറിൻ്റെയും എനർജി ലെവലിൻ്റെയും ഡിഫറൻസ് 1 ആണ്. അങ്ങനെ വരുമ്പം എനർജി ലെവൽ ഡിഫറൻസ് 1 വരുമ്പം എനർജി ലെവൽ എന്തായിട്ട് മാറി? അവരുടെ എനർജി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 2b, 4b, 6b, 8b, 10b. അതായത് വേവ് നമ്പേഴ്സ് ആർ ഓൾവേസ് ഇൻ ദ ഓർഡർ 2b, 4b, 6b, 8b, മൾട്ടിപ്പിൾസ് ഓഫ് 2. ദിസ് ഈസ് ദ സ്പെക്ട്ര. ഇനി നമ്മൾ പറയുന്നത് ബി അറിയാമെങ്കിൽ, അതായത് നമ്മുടെ റൊട്ടേഷണൽ കോൺസ്റ്റന്റിന്റെ ഫോർമുല നമുക്കറിയാലോ. ഒന്നി h/8π²IC അല്ലെങ്കിൽ h²/8π², ഐദർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓർ ജൂൾസ്. അപ്പൊ അതിൽ നിന്ന് ആ ബി കണ്ടാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? നമുക്ക് എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഡിനോമിനേറ്ററിൽ നമുക്ക് ഐ ഉണ്ട്. ഐ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതായത് മ്യൂ ഉണ്ട്, ആറും ഉണ്ട് അല്ലെ. മ്യൂ r² ആണ്. അപ്പൊ മ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഇസ് മാസ്, റിഡ്യൂസ്ഡ് മാസ്. ആർ എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് ആണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ ആരെ കാണാം? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. സോ ഇഫ് യു നോ ദ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ ബി, then you will be able to find out റെഡ്യൂസ്ഡ് മാസ്, ബോണ്ട് ലെങ്ത്, അങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ആ ഫിഗർ ഒന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ വേവ് ലെങ്ത് നമ്പേഴ്സ് ആ സ്പെക്ട്രൽ റീജിയൻ 2b, 4b, 6b എക്സെട്ര. പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്. കാൽക്കുലേഷൻ ഓഫ് ബോണ്ട് ലെങ്ത്. ഇതൊരു എക്സാമ്പിൾ ആണ്. You can know the example. The measurement of microwave spectrum enables us to determine bond length and angles accurately for gaseous molecules. Very simple. Any problem you can ask. Formula h/8π²IC ആണ്. അതിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ വേണ്ടി ഐനെ അങ്ങോട്ട് കൊണ്ടുപോയി ബി ഇങ്ങ് കൊണ്ടുവന്നു. കോൺസ്റ്റന്റിന്റെ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഒക്കെ സെന്റിമീറ്റർ ഇൻവേഴ്സിലായിട്ടാണ് 10⁻⁻10 ഒക്കെ വന്നത്. Now, what do you mean by an isotope? See, isotope is not going to change any electronic configuration. Electron charge distribution ഒന്നും മാറുന്നില്ല. ബട്ട് എന്ത് മാറും? ഇലക്ട്രോൺ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മാറാത്തപ്പം R മാറില്ല. സ്മോൾ r will not change. But see, who is going to change? Mass. ഇപ്പം മാസ് ചേഞ്ച് ചെയ്യുമ്പോൾ ആര് മാറും? മ്യൂ മാറും. മ്യൂ മാറുമ്പോൾ ആര് മാറും? മൊമെന്റ് ഓഫ് ഇനർഷ്യ will change. So, when due to isotopic effect, the moment of inertia is going to change. That is, I is going to change. We have already told the formula B is equal to either h/8π²IC or h²/8π². അതായത് ഐ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. RHSലെ ഫോർമുലയിലെ ഡിനോമിനേറ്ററിലാണ് ഐ വരുന്നത് അല്ലേ. ഇവിടെ കണ്ടല്ലോ, പിങ്ക് ലൈനൊക്കെ കണ്ടല്ലോ. ദ എനർജി ലെവൽ ഈസ് ഷിഫ്റ്റിംഗ്. സീ ദ ഡിഫറൻസ് ഇൻ എനർജി ലെവൽ. ദിസ് വിൽ ബി ഷോൺ ഇൻ ദ ഫിഗർ ഐ സി. ഇതാണ് ഫോർമുല നമ്മൾ പറഞ്ഞത്. ഇവിടെ ഐ ഡാഷ് ഒക്കെ എന്ന് പറയുന്നത് ഐസോട്ടോപ്പ് ആയതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ഐ ഡാഷ്, ബി ഡാഷ്, ന്യൂ ഡാഷ്. സി ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ.
B is inversely proportional to I means B is inversely proportional to mass, or it is inversely proportional to square of the distance between the masses, അതായത് R square അല്ലേ. അങ്ങനെ വരുമ്പോൾ I dash is greater than I. അതാണ് നമ്മൾ പറഞ്ഞത്. When mass increases, B decreases. So energy level lowers. When B increases, mass decreases. Okay, and little more clear. This is a very clear. Here we have taken carbon monoxide with isotope of carbon here. See the energy shift. See, when it is 0 and 1, almost that is same. That is when J value is less smaller, almost is same. But J value when it is increasing, see the difference in the, here see the bending started here. Here also bending is there. Here there is a clear shift, say when J is equal to 6. So when isotope effect is asked, you should draw this figure and you should draw these dotted lines that is showing the shift. This is the original energy level, but when you are using an isotope, what is happening? The energy level is getting lowered. Energy level is getting lowered to a lower value. കണ്ടോ, എനർജി സ്പെക്ട്രം അടുത്തടുത്തോട്ട് വരെയാണ്. 0 അടുത്തോട്ടാണ് 2b ഡാഷ് വന്നത്. കണ്ടോ, ഡോട്ടഡ് ലൈൻസ് ആണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. And this is a very common question that is usually asked in almost all the university exams. Answer എല്ലാത്തിനും സെയിം ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. It can be asked which type of molecule show rotational spectra and why. You will be given sometimes an example like HCl or hydrogen chloride or some other example, and you will be asked justify your answer whether this molecule is a rotationally active molecule or not. If so, why? അല്ലെങ്കിൽ ഏതൊക്കെ മോളിക്യൂൾസ് ആണ് റൊട്ടേഷണൽ ആക്റ്റീവ്, അല്ലെങ്കിൽ ഏത് തരം മോളിക്യൂൾ ആണ് റൊട്ടേഷണൽ ആക്റ്റീവ്? ആൻസർ ഈസ് സെയിം. It should have a permanent electric dipole moment. It should have a permanent dipole moment. അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ നമുക്ക് പറയാം സെലക്ഷൻ റൂൾ ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് യൂഷ്വലി ആസ്ക്ഡ്. എപ്പോഴും നമുക്ക് വരുന്ന അതാണ്. Transition always takes place among the adjacent energy levels. ഇത് രണ്ടും, ഒന്ന് പെർമനന്റ് ഡൈപോൾ മൊമെന്റും ഒന്ന് സെലക്ഷൻ റൂൾ. ഇത് രണ്ടുമാണ് നമ്മളെ എളുപ്പമായിട്ട് പറയാൻ പോകുന്നത്. Then these answers can be matched.